ഉലകിതിലാരോടും തോൽക്കാ വീരൻ കരളിതിലമ്മയ്ക്കായി തേങ്ങും പൈതൽ മടിയിൽ പാലൂട്ടും സ്നേഹം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ന്യൂ വീഡിയോ ഗൈസ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താ വെച്ചാല്, ഞാൻ ഒന്ന് അങ്ങോട്ട് പോയി ഒന്ന് ഇങ്ങോട്ട് വന്നു. ഞാൻ അങ്ങോട്ടൊക്കെ പോയിട്ടാം. അപ്പൊ എന്റെ ബാക്കില് ക്യാമറ മൂവ് ആയിട്ട് വരുന്നുണ്ട്. എന്റെ കൂടെ ഒരു ക്യാമറമാൻ എത്തില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഇവര് ചെയ്യുന്നുള്ളത്. അപ്പൊ ഞാൻ അതുകൊണ്ട് ഒരു ഗിംബിള് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഏതാണ് ആ ഗിംബിള്, എത്ര രൂപയാണ് ഞാൻ കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മളെ ഗിംബിള് ഈ കാണുന്നതാണ് നമ്മളെ ഗിംബിള് വരുന്നുള്ളത്. പക്ഷെ ഇതാണ് നമ്മളെ ഗിംബിള് വരുന്നുള്ളത്. ഇതിന്റെ പേരെന്തില്ലെങ്കിൽ ഡിജിന്റെ ഓസ്മോ മൊബൈൽ 6 എന്ന് പറഞ്ഞൊരു ഗിംബിളാണ്. ഇതിന്റെ പ്രൈസും പിന്നെ അതുപോലെ ഇതിന്റെ റിവ്യൂ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇതിന് എത്ര പൈസ കൊടുത്ത് വാങ്ങിയത് പറഞ്ഞുതരാം. വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ആക്കിയാൽ മതി. സബ്സ്ക്രൈബ് ചെയ്താണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്താണ് ലൈക്ക് ചെയ്യുക, ഇതിന്റെ അഭിപ്രായം കമന്റ് ചെയ്യുക ഗൈസ്. അപ്പൊ നമുക്ക് നേരെ അൺബോക്സിംഗ് ആക്കാമല്ലോ ഗൈസ്. നമുക്ക് ഇതൊന്ന് അൺബോക്സ് ആക്കാം. നമ്മൾ ഈ പെട്ടി തുറന്നിട്ടുണ്ട്. പെട്ടി തുറന്നിട്ട് നമുക്ക് പെട്ടി തുറന്നിട്ടാണ് എന്തൊക്കെയോ എഴുതി കാണിക്കുന്നുണ്ട്. നമുക്കത് മാറ്റാം. പിന്നെ ഈ സാധനം ഒരു ബാഗ് ഉണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇത് വെക്കാം. ഇതിൽ എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം. നമ്മൾ തുറന്നിട്ടുണ്ട്. ഇത് ചാർജർ ഉണ്ട്, ഞാൻ മാറ്റി, സോറി വെക്കാൻ മറന്നുപോയി. പിന്നെ ഇതിൽ കുറെ പേപ്പറും കാര്യങ്ങളുണ്ട്. ഓക്കെ, ഈ പേപ്പർ എന്തെങ്കിലും സ്കാൻ ആക്കിയിട്ട് നമുക്ക് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ആക്കണം. അപ്പൊ നമുക്ക് ഈ രണ്ട് സെറ്റിൽ സ്കാൻ ആക്കിയിട്ട് നമുക്ക് ഡൗൺലോഡ് ആക്കാം. ഇതിന്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് പേപ്പറെല്ലാം ഉണ്ട്. ഇതൊക്കെ നമുക്ക് മാറ്റിയേക്കാം ഗൈസ്. ഇത് അൺബോക്സ് ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവത്ര. 3 സാധനമാണ് ഇതിൽ വരുന്നുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്തെല്ലാണെന്ന്. അപ്പോൾ ഇതെന്ന് പറയുന്നുള്ളത് നമ്മളെ ഫോണിലേക്ക് കണക്റ്റ് ആക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇതിൽ ക്യാമറേൻ്റെ ഒരു ഐക്കൺ കാണുന്നുണ്ട്. ആ സൈഡാണ് ക്യാമറ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോണിലേക്ക് നമുക്കൊന്ന് കണക്റ്റ് ആക്കി വെക്കാം. നമ്മൾ ഈ ഫോണിലേക്ക് കണക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ക്യാമറേൻ്റെ ഐക്കൺ ഉള്ളത് അവിടെയാണ് ക്യാമറ വരുന്നുള്ളത്. ഓക്കെ, ഇതുപോലെയാണ് കണക്റ്റ് ആക്കുന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് ആ സൈഡ് വെക്കാം. പിന്നെ ആണെങ്കിൽ ഇത് 2 സാധനം വരുന്നുണ്ട്. നമുക്ക് ഗിംബിൾ നമുക്ക് എടുക്കാം. ഗിംബിൾ എടുത്ത ശേഷം നമുക്ക് ഇതൊക്കെ ഓക്കെ, ഇതിങ്ങനെ ആയിരിക്കും ലോക്കായി, ഇപ്പോൾ അൺലോക്കായി. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇത് ഓണാക്കാം. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പൊക്കുകയാണ്. ഇവിടെ ഇങ്ങനെ പൊക്കിയിട്ട് നമുക്ക് ഇത് ഇതിങ്ങനെ പൊക്കിയിട്ടാകുമ്പോൾ ഓണായി. ഇപ്പോൾ ഒറ്റ ഈ ഒരു സാധനമാണ്. ഈ ഒരു സാധനം ഗൈസ് അത് ഇതിലേക്ക് കൊള്ളാത്ത ഗൈസ് രക്ഷപ്പെട്ട്. അപ്പോൾ ഇതെന്തില്ലെങ്കിൽ ഇതിൻ്റെ ട്രൈപ്പോഡായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ട്രൈപ്പോഡിലേക്ക് ഇതൊന്ന് കണക്റ്റ് ആക്കി വെക്കാം. പിന്നെ നമ്മൾ ട്രൈപ്പോഡ് ഓഫ് ആക്കിയ ശേഷം നമ്മൾ ഈ ഒരു സാധനം ഇതിൻ്റെ ബാക്കിലൊരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂവിലേക്ക് ഇങ്ങനെ തിരിച്ച് നമ്മൾ ട്രൈപ്പോഡായിട്ട് കണക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റേ ട്രൈപ്പോഡിൽ സാധാരണ ട്രൈപ്പോഡ് ഇല്ല, നമ്മളെ ഓൺലൈനിൽ വാങ്ങിക്കുന്ന ട്രൈപ്പോഡ് ഉണ്ട്. ആ ട്രൈപ്പോഡിലേക്ക് കണക്റ്റ് ആക്കാൻ പറ്റും ഈ ഗിംബിള്. നല്ല ഗിംബിൾ സെറ്റായി. അതിന് ഗിംബിൾ നമുക്ക് ഒരു സ്ഥലത്ത് വെക്കാം. തൽക്കാലം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച ശേഷം ഇത് നമ്മൾ തുടങ്ങാം കേട്ടോ. ഓക്കെ, ഈ ഒരു സാധനത്തിൻ്റെ ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട്. അതിനെ കറക്റ്റാക്കിയിട്ട് നോക്കിയിട്ട് നമുക്ക് എന്താക്കാം വെക്കാം. അത് കറക്റ്റായിനാ നോക്കണം. അത് ചെറിയൊരു അനക്കം വെച്ചാൽ സെറ്റായി. ഇപ്പം നമ്മളെ ഫോണ് ലോക്കായിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് താഴ്ത്താം. നമ്മൾ ഗിംബിളൊന്ന് സെറ്റപ്പായി. ഇനി നമുക്ക് ഇതൊന്ന് ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഗിംബിൾ ഷൂട്ടാക്കുന്നുള്ളത്. ഇനി കുറേ മോഡും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇതൊന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ ഫ്രണ്ട് ക്യാമറ വരും. ഡബിൾ ക്ലിക്ക് ആക്കിയെങ്കിൽ ഇതുപോലെ ആംഗിൾ ചേഞ്ച് ആവും. ഡബിൾ ക്ലിക്ക് ആക്കിയാൽ ആംഗിൾ ചേഞ്ച് ആവും. അതുപോലെ ഇത് ക്ലിക്ക് ആക്കിയെങ്കിൽ നമ്മളെ വീഡിയോ റെക്കോർഡാവും. ഇത് ക്ലിക്ക് ആക്കിയാൽ അൺറെക്കോർഡാവും. പിന്നെ ഇതല്ലെങ്കിൽ നമ്മൾ മൂവ്മെൻറ്റിംഗ് ആണ്, ട്രൈപ്പോഡിൻ്റെ മൂവ്മെൻറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. എന്തോ ഇതിന് ജോയ്സ്റ്റിക്ക് എന്താണെന്ന് പറയുന്നുണ്ട്. അതാണ് സ്റ്റിക്ക് വരുന്നത്. ഈ സ്റ്റിക്കിനെ ഇങ്ങോട്ട് തിരിച്ചെങ്കിൽ ഇതാവും. പിന്നെ ഈ ഒരു സാധനം ഇതൊരു M കാണുന്നില്ലേ, ഇത് ക്ലിക്കാക്കിയെങ്കിൽ മോഡ് മാറും. ഇപ്പോൾ ഈ മോഡായിട്ടുണ്ട്. ഇതുപോലെ മോഡ് മാറിയിട്ട് നമുക്ക് റെക്കോർഡാക്കാം. ഓക്കെ, 2ാമത്തെ മോഡ്. ഇത് 3ാമത്തെ മോഡാണ്. 3ാമത്തെ മോഡല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഷൂട്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് 4ാമത്തെ മോഡ് കാണിച്ചു തരാം. 4ാമത്തെ മോഡ് കാണിച്ചു തരാം. ഈ മോഡലില്ലെങ്കിൽ ഇങ്ങനെ ഓടിച്ചില്ലേ, ഇങ്ങനെ തിരിച്ചിട്ട് എടുക്കുന്നില്ല വീഡിയോ. പിന്നെ വരുന്നുള്ളത് ഈ ഒരു സാധനം ഇങ്ങനെ തിരിക്കുമ്പോൾ സൂം ഔട്ട് അല്ലാവും. ഇതെങ്കിൽ സൂം ഔട്ട് വരും. ഡബിൾ ക്ലിക്ക് ആക്കിയിട്ട് ചെയ്തെങ്കിൽ
ഇത് ഫോക്കസ് ബ്ലർ ഫോക്കസ് ഇല്ലേ, അത് ഇങ്ങനെ തിരിച്ചെങ്കിൽ ബ്ലർ ആയിക്കൊണ്ട് വരും. പിന്നെ ഇതിങ്ങനെ തിരിച്ചെങ്കിൽ ബ്ലർ കുറഞ്ഞുകൊണ്ട് വരും. അതാണ് ഇത്രയേ ഉള്ളൂ ഈ ഗിംബിളിൽ വരുന്നുള്ളത്. പിന്നെ ഇവിടെ ഒരു ചാർജിങ് പോർട്ട് ഉണ്ട്. ഇത് ടൈപ്പ് സി ചാർജിങ് പോർട്ട് വരുന്ന ഒരു ഗിംബലാണ്. അപ്പോൾ ഗൈസ്, അതിന് നിങ്ങൾ എന്താക്കുക, ഡിജി മിമോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ആക്കേണ്ടി വരും. ഈ ആപ്ലിക്കേഷനിലാണ് ഇത് ചെയ്യാൻ കഴിയുന്നത്ര. അപ്പോൾ നിങ്ങൾ ഡിവൈസ് എന്ന് കാണിക്കില്ല, അത് ക്ലിക്ക് ആക്കിയിട്ട് നമുക്ക് ബ്ലൂടൂത്ത് ഓൺ ആക്കിയ ശേഷം നിങ്ങൾ എന്താക്കുക, നിങ്ങളുടെ ഡിവൈസ് കണക്റ്റ് ആക്കി കൊടുത്താൽ മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് മൊബൈലിൽ റെക്കോർഡ് ആക്കുന്ന പോലെ റെക്കോർഡ് ആക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വീഡിയോ വരുന്ന ബൈ ഗൈസ്.